സഖാ വിഷ്ണുവിന്റെ പേരിൽ പാർട്ടി ഫണ്ട് ശേഖരിച്ചത് അത് വീട്ടിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കും വിനോദേട്ടനും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ പാർട്ടി ഫണ്ട് ഫണ്ട് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം വിഷ്ണു എന്ന് പറയുന്ന ആളിനെ അറിയാവുന്ന ആരും അത് ഉൾക്കൊള്ളത്തില്ല. അവൻ്റെ പേരിൽ അങ്ങനെ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ല, ഫണ്ട് ശേഖരിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു വീട്ടുകാരെടുത്തത്, ഞാനടക്കം. പക്ഷേ നേതാക്കളെല്ലാവരും അത് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഇത് ആ രീതി തന്നെ വരണമെന്ന് ഫോഴ്സ്ഫുള്ളി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് അംഗീകരിച്ചത്. അത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങളത് അംഗീകരിച്ചത്. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, വിഷ്ണുവിന്റെ പേരിൽ സ്വീകരിച്ച തുക ഒരു ഫണ്ട് തട്ടിപ്പ് നടത്തി അദ്ദേഹത്തെ തന്നെ CPM ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് വിഷ്ണു എന്ന സഖാവിനോട് ചെയ്യുന്ന നീതികേടല്ലേ? അതാണല്ലോ ഇപ്പം വലിയ ചർച്ചയായിട്ടുള്ളത്. കാരണം വേറെ എന്ത് കാണിച്ചാലും, എന്ത് മോശം പ്രവൃത്തി ചെയ്താലും നമുക്കൊക്കെ ചിലപ്പം പൊറുക്കാനും മറക്കാനും കഴിയും. അപ്പം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക നിലയിൽ അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ വരെ. അവൻ മറക്കാനും പൊറുക്കാനും പറ്റും. പക്ഷേ ഒരു രക്തസാക്ഷി എന്ന് പറയുന്നത് പാർട്ടിയുടെ എല്ലാത്തിൻ്റെയും മേളിലാണ്. അപ്പോൾ ആ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ഒരാളെ തരം താഴ്ത്തി പാർട്ടി മെമ്പർഷിപ്പിൽ കൊണ്ടുപോയി. ഓക്കെ, അത് നമുക്ക് ഞങ്ങളാരും വീട്ടുകാരോ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ തൃപ്തരല്ല എങ്കിൽ പോലും അത് നമ്മൾ സമ്മതിച്ചു. പക്ഷേ അയാളെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രിയും CITUവിൻ്റെ ചാർജുള്ള ശിവൻകുട്ടി മുതിരുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കോ അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കാർക്കും മനസ്സിലാവുന്നില്ല. കാരണം പൊളിറ്റിക്കലി ഞാൻ SFI രംഗത്ത് വരുന്നത് തൊട്ട് 83, 84 കാലഘട്ടം തൊട്ട് ഇതുവരെ എൻ്റെ നേതാവായിരുന്ന ഒരാളാണ്. അതോടൊപ്പം 14 വർഷം അദ്ദേഹത്തിൻ്റെ ട്രെയിനറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത്രയും നല്ല അടുപ്പം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം പോട്ടെ, ഒരു രക്തസാക്ഷി ഫണ്ട് മുക്കിയ ഒരാളിനെ സഹായിക്കേണ്ട കാര്യം അത് എന്താണ്, ഏത് ചേതോവികാരമാണെന്ന് എത്ര മനസ്സിലാക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അദ്ദേഹമാണ് ഈ ആളെ, ഈ കുഴപ്പക്കാരനായ ആളിനെ, രവീന്ദ്രൻ എന്ന ആളിനെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിയത്.